കണ്ണേക്കരളെ VS എന്നത് മലയാളികൾ നെഞ്ചിലേറ്റിയ മുദ്രാവാക്യമാണ്. SFI പ്രവർത്തകനായിരുന്ന ജിജിനാണ് ആദ്യമായി ഈ മുദ്രാവാക്യം വിളിച്ചത്. VSനോടുള്ള സ്നേഹവും ബഹുമാനവുമാണ് ആ മുദ്രാവാക്യം വിളിക്ക് പിന്നിലെന്ന് ജിജിൻ മീഡിയ വണിനോട് പറഞ്ഞു. ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളിലെഴുതും ചോരയിലൂടെ. മുഷ്ടി ചുരുട്ടി വിണ്ണിലേക്ക് ഉയർത്തിക്കൊണ്ട് കണ്ണേ കരളെ VS എന്ന് വിളിച്ചാൽ 10,000-കണക്കിന് മനുഷ്യർ ഒന്നിച്ചത് ഏറ്റുവിളിക്കും. ആരാണ് VSനെ ആദ്യം കണ്ണേ കരളെ VS എന്ന് വിളിച്ചത്? ആ വിളിച്ച ഒരു ചെറുപ്പക്കാരനാണ് എന്നോടൊപ്പം ഉള്ളത്. പാലക്കാട് മുണ്ടൂർ സ്വദേശിയായ ജിജിനാണ്. ജിജിനെ ഇപ്പോൾ ആദ്യമായിട്ട് VSനെ അങ്ങനെ വിളിക്കുമ്പോൾ ജിജിൻ വളരെ ചെറുപ്പമായിരിക്കും. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ആ സമയത്ത് VS കാണുന്നുണ്ടെങ്കിലും ഞാൻ വിക്ടോറിയയിൽ പഠിക്കുന്ന സമയത്താണ് VS വളരെ ആവേശത്തോടു കൂടി ഞങ്ങളുടെയൊക്കെ മനസ്സിൽ തുടിക്കുന്ന ഓർമ്മകളായി മാറിയത്. ആ VS എൻ്റെ മുത്തശ്ശൻ പഴയ പാർട്ടി പ്രവർത്തനമാണ്. PM നാരായണൻ എന്ന് പറയുന്ന പാലക്കീഴിലെ VS, ആ മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ള അറിവാണ് VSൻ്റെ കൂടെ അറിയുന്നത്. അപ്പോൾ ഒരു മുത്തശ്ശനെ വിളിക്കുന്നത് പോലെ കണ്ണേ കരളെ VS, പുന്നപ്പറയുടെ സമരസഖാവെ എന്ന് വളരെ ആവേശത്തോടെയാണ് ഞങ്ങൾ വിളിക്കുക. അന്ന് വിളിക്കുമ്പോൾ എൻ്റെ ഒപ്പം SFIയുടെയും DYFIയിലെയും ഈ നാട്ടിലെ മുഴുവൻ നാട്ടുകാരും എൻ്റെ ഒപ്പം ആർത്തു വിളിക്കാൻ സാഹചര്യമുണ്ടായി. അഴിമതിക്കെതിരെ നിരന്തരം പോരാടുന്ന VS, ഇടുക്കിയിൽ നമുക്കറിയാം പലതും അവിടെ ഫ്ലാറ്റുകളൊക്കെ തകർക്കുമ്പോൾ ഋഷിരാജ് സിംഗിനെ പോലുള്ള ആളുകളെ നമ്മൾ പിന്നീട് അറിയുന്നത് ആ സന്ദർഭത്തിലാണ് ഋഷിരാജ് സിംഗിനൊക്കെ അറിയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പോരാട്ട വീര്യത്തിൽ VSനെ വിളിക്കാൻ കണ്ണേ കരളെ VS എന്ന് വിളിക്കാനുണ്ടായ സാഹചര്യം അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. SFI സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് ഈ വാക്കുകൾ ഉപയോഗിക്കാൻ എന്താ അത്രയും സ്നേഹവും ബഹുമാനവും കൊണ്ടാണോ? തീർച്ചയായും. എൻ്റെ മുത്തശ്ശൻ, ഞങ്ങളുടെയൊക്കെ നാട്ടിലെ മുത്തശ്ശന്മാരെ നമുക്ക് എങ്ങനെയാണ് സ്നേഹം, അതുപോലെയാണ് VS. പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടി പല പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ പ്രതിസന്ധികളൊക്കെ നമ്മൾ നേരിടുമ്പോഴും VS എന്ന് പറയുന്ന ആ വ്യക്തിയോടുള്ള ബഹുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളാകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആവേശം. കണ്ണേ കരളെ ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലുള്ള ഒരാളെ പോലെയാണ് VSനെ ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളത്. അദ്ദേഹം ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ LC സെക്രട്ടറിയായ സഖാവ് ലക്ഷ്മണനാണ് VSനെ കാണിക്കാൻ വേണ്ടി കൂട്ടിയിട്ട് പോകുന്നത്. അന്ന് LC സെക്രട്ടറി ലക്ഷ്മണൻ, V ലക്ഷ്മണൻ എന്ന് പറയുന്ന സഖാവാണ്. ആ സഖാവാണ് എന്നെ അവിടെ അന്ന് കൂട്ടി വന്ന ബാലസംഘത്തിൻ്റെ പ്രവർത്തനമായിട്ടാണ് പോകുന്നത്. SFI ബാലസംഘ പ്രവർത്തനമാണ്. അന്ന് അവിടെ പോകുമ്പോൾ ഞാൻ മലയാളം ലാംഗ്വേജ് വിക്ടോറിയൽ മലയാളം കേരള റൂമിലും MA മലയാളം കഴിഞ്ഞ ആളാണ്. അപ്പോൾ അവിടെ മലയാളത്തിനോടുള്ള ഒരു താല്പര്യമൊക്കെ കൊണ്ടായിരിക്കാം, സാഹിത്യം എല്ലാം മനസ്സിലുള്ളതുകൊണ്ടായിരിക്കാം VS എന്ന് പറയുന്ന സഖാവിനെ കണ്ണേ കരളെ എന്ന് വിളിക്കാനുള്ള ആവേശം അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാലസംഘത്തിലൂടെയൊക്കെ കിട്ടിയ ഇതിലാണ്. സാഹിത്യത്തോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നത് ഈ മുണ്ടൂരുകാര് കണ്ണേ കരളെ എന്ന ഒരു കുട്ടികളെയൊക്കെ വിളിക്കുന്നതാണ്. ആ ഒരു നാടിന്റെ ഒരു ഇതുകൂടി വന്നിട്ടുണ്ടാവല്ലേ? തീർച്ചയായും. മുണ്ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു നാടാണ് മുണ്ടൂർ. മുണ്ടൂർ കുമ്മാട്ടിയെക്കുറിച്ച് അയ്യപ്പനും കോശിയിലും സച്ചി എന്ന് പറയുന്ന സംവിധായകൻ പറയുന്നുണ്ട്, മുണ്ടൂർ കുമ്മാട്ടിയിലെ മുണ്ടൂർ മാടനെ നിങ്ങൾക്കറിയാമെന്ന്. പക്ഷെ പല സാങ്കല്പിക കഥാപാത്രങ്ങളോട് പോവുകയാണെങ്കിൽ ഇവിടെ വന്ന എല്ലാവരെയും ഞങ്ങൾ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. VS വന്നു, VSനെ സ്നേഹിച്ചു. VSന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുത്തത് മുണ്ടൂരുകാരായിരുന്നു ഒരു ഫസ്റ്റത്തെ ടൈമിൽ. അപ്പോൾ പല പ്രതിസന്ധി ഘട്ടത്തിലും VSന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുത്തത് ഞങ്ങളുടെ സ്വന്തം മുത്തശ്ശനായി, ഞങ്ങളുടെ സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ VS ഞങ്ങൾക്ക് എന്നും കരുതലായി ഉണ്ടാവുമെന്നതുകൊണ്ടാണ്. അതെ, എല്ലാവരുടെയും കണ്ണും കരളുമായ VS മലയാളികൾ ഉള്ളോടത്തോളം കാലം എന്നും ഓർമ്മിക്കപ്പെടും എന്നതിൽ സംശയമില്ല.